ഞങ്ങൾ എല്ലാരും കൂടി ഒന്ന് പുഴയർക്ക് വരെ നടക്കാൻ പോവാന്ന് വിചാരിച്ചു കേട്ടോ. ഓണ വഴിക്ക് ഭയങ്കര അൺഎക്സ്പെക്ടഡ് ആയിട്ട് എന്റെ അസാപ്പോനെ അച്ഛന്റെ കടയിൽ വെച്ച് കണ്ടിട്ടുണ്ടായിരുന്നേ. അവന് പനി ആയതുകൊണ്ട് വാണിയം പറഞ്ഞ് വന്നിട്ടുള്ളൂ കേട്ടോ. എനിക്കാണെങ്കിൽ അവനെ കണ്ടപ്പോ ഭയങ്കര സന്തോഷമായ. അവൻ എന്നെ കണ്ടപ്പോ എന്ത് ചെയ്യണമെന്ന് അറിയാൻ പാടില്ലാണ്ട് നിൽക്കുമായിരുന്നു കേട്ടോ. കുറച്ചേരം എടുത്ത് കാര്യമൊക്കെ പറഞ്ഞിട്ട് അവൻ തിരിച്ചു പോയേ. പിന്നെ ഞങ്ങൾ പുഴയറക്കിലേക്ക് നടക്കാൻ പോയേ. ഇവിടെ പാലത്തിന്റെ പണി എന്തൊക്കെയോ നടക്കുന്നുണ്ട് കേട്ടോ. കുഞ്ഞിപ്പെണ്ണ അപ്പോഴേക്കും ഉറക്കുമായിട്ടോ. പിന്നെ അവിടുത്തെ ഒരു കടയിൽ നിന്ന് തണുത്തത് എന്തെങ്കിലും കുടിക്കാൻ വേണ്ടിയിരുന്നു കേട്ടോ. അപ്പോഴേക്കും കുഞ്ഞിപ്പെണ്ണ ഉറക്കത്തിൽ എഴുതിയിട്ടുണ്ട് കേട്ടോ. പിന്നെ ഞാൻ ചേച്ചിയുടെ കൂടെ കുറച്ച് വീഡിയോസ് എടുത്തിട്ടുണ്ടായിട്ടോ. പിന്നെ ഞാനിപ്പോ ബാഗിന്റെയും ഡ്രസ്സിന്റെ ലിങ്ക് ഞാൻ ലെഫ്റ്റ് സൈഡ് ടാഗ് ചെയ്ത് കൊടുത്തേക്കാട്ടോ. രണ്ടും 300 രൂപയുടെ താഴെ റേറ്റ് വരുന്നുള്ളൂ കേട്ടോ. കല്യാണത്തിന് മുന്നും ഞാനും ചേച്ചി അമ്മയൊക്കെ ഇടയ്ക്കിടയ്ക്ക് ഇതിലെ കൂടെ നടക്കാൻ പോവാറുണ്ട് കേട്ടോ. തിരിച്ചു വരുന്ന വഴിക്ക് അച്ഛന്റെ കടയിൽ കൂടി കയറിയിട്ടുണ്ടായിരുന്നേ. അവിടെ ചെന്ന് കഴിഞ്ഞാൽ പിന്നെ കരിക്ക് നിർബന്ധമാണ് കേട്ടോ. നമ്മളെ കുടിപ്പിക്കാണ്ട് വീട്ടില്ലേ. കട്ടിയില്ലാത്ത നൈസ് കഴമ്പായതുകൊണ്ട് വെള്ളവും കഴമ്പും ഞാൻ കുടിച്ചേ. ഇപ്പൊ വന്ന് എന്നും അച്ചാച്ചന്റെ താരാട്ടുപാട്ട് കേൾക്കാണ്ട് കുഞ്ഞിപ്പെടിന് ഉറങ്ങാൻ പറ്റില്ല കേട്ടോ. കള്ളം കട്ടുണ്ടോയി പേടിക്കണ്ട മോളെ അല്ല തരുമാല